എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതല്ല ഖുറാൻ എന്ന് പറഞ്ഞ് എം അക്ബറിന്റെ ഒരു വീഡിയോ കാണുവാൻ ഇടയായി. അദ്ദേഹം പറയുന്നതനുസരിച്ച് വളരെ സത്യമാണ്, ബൈബിളിൽ നിന്ന് ഖുറാൻ കോപ്പി അടിച്ചതല്ല. അതിന് അദ്ദേഹം കുറെ തെളിവുകളും നിരത്തുന്നുണ്ട്. നമുക്ക് ആ ഭാഗം അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ബൈബിൾ ക്ലാസിന്റെ ഒരു 10-20 എപ്പിസോഡുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഇസ്രായേലിന്റെ യുദ്ധം ഉണ്ടാവുകയും ഏറെ ഒരു വർഷം കഴിഞ്ഞു. പിന്നീട് അതിലേക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പോകേണ്ടതായി വന്നു. ഇതുവരെ ആ യുദ്ധം തുടരുന്നത് കൊണ്ട് അതിൽ നിന്ന് മാറി തിരുവെഴുത്തുകളെ മാത്രമായിട്ട് ഡിസ്കഷൻ വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പേര് അത് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ യുദ്ധം ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഇസ്ലാം എത്രത്തോളം അപകടകാരിയാണ് എന്നും ബൈബിൾ അതിനെ എത്രയധികം കൃത്യമായി പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്നും ഇന്ന് അതിന്റെ നിലപാടുകളെ കുറിച്ചും മനസ്സിലാക്കുവാൻ ഇടയായത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ബൈബിൾ പഠനത്തിൽ ഞാൻ ഖുറാനെ കൂടി ആഡ് ചെയ്ത് പഠിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും ഖുറാനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഖുറാൻ നമുക്കറിയാം, കൃത്യമായി ബൈബിളിൽ പറയുന്ന പോലെ ചരിത്ര സംഭവങ്ങളെയൊക്കെ വളരെ വ്യക്തമായി പരാമർശിച്ചു പോകുന്ന ഒരു പുസ്തകമല്ല ഖുറാൻ. ഖുറാൻ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചു പോവുകയാണ്. മാത്രമല്ല, ഖുറാന്റെ ഒരു പ്രശ്നം, ബൈബിൾ നമുക്ക് ഒരു വിഷയം എടുത്താൽ ആ വിഷയത്തോട് കണക്ട് ചെയ്തുള്ള വിഷയങ്ങൾ സംസാരിച്ചാണ് അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം എടുത്താൽ തുടക്കത്തിൽ ഉൽപ്പത്തിയെക്കുറിച്ച്, ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, ആകാശത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, സർവ്വചരാചരങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒക്കെ പറഞ്ഞാണ് പോകും. കുറച്ച് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പിശാചിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മാറി ഇസ്രായേൽ എന്ന നേഷന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വളരെ വളരെ കൃത്യമായി സംസാരിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. എന്നാൽ ഖുറാനിൽ നമുക്ക് അങ്ങനെ ഒരു വ്യക്തത കിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കിടക്കും. അതിനെങ്ങനെ നമ്മൾ അരിച്ചു പറക്കി എടുത്തു വേണം കൊണ്ടുവന്ന് ഒരു കാര്യം അവതരിപ്പിക്കാൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മറിയത്തിന് വേണ്ടി ഒരു അധ്യായം തന്നെ മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 98 വാക്യങ്ങളുള്ള ഒരു അധ്യായം മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽ 7-8 വാക്യങ്ങൾ, മാക്സിമം പോയാൽ 7-8 വാക്യങ്ങൾ മാത്രമാണ് മറിയത്തെക്കുറിച്ച് പറയുന്നത്. ബാക്കി മുഴുവൻ മറ്റുള്ളവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ മറിയത്തെക്കുറിച്ച് കുറച്ച് കാര്യം പഠിക്കാം എന്ന് വെച്ച് നമ്മൾ മറിയത്തിന്റെ ഗ്രന്ഥം അല്ലെങ്കിൽ മറിയത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചാൽ അതിനകത്ത് മറിയത്തെക്കുറിച്ച് ഒരു 4 വാക്യമുള്ളൂ. ബാക്കിയൊന്നും തന്നെ ഇല്ല. മാക്സിമം പോയാൽ 8 വാക്യം, അതിന്റെ അപ്പുറത്ത് അവിടെ ലഭ്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഖുറാൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്കിപ്പോ ബൈബിളിൽ രാജാക്കന്മാരുടെ പുസ്തകം നോക്കിയാൽ രാജാക്കന്മാരെ കുറിച്ചുള്ള ക്ലിയർ എക്സ്പ്ലനേഷൻ അവിടെ കിട്ടും. ഇയ്യോബിന്റെ പുസ്തകം എടുത്താൽ ഇയ്യോബിനെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് അവിടെ കിട്ടും. പക്ഷെ ഇതില് അങ്ങനെ നമുക്ക് ലഭ്യമല്ല. കാരണം ഇത് അന്ന് അവിടെ ഉണ്ടായിരുന്ന വാമൊഴികളും കുറച്ചൊക്കെ വരമൊഴികളും ഒക്കെ ശേഖരിച്ചു പറക്കി, അല്ലെങ്കിൽ അവകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞിരിക്കുന്ന കുറച്ച് ആശയങ്ങളാണ്. അല്ല എന്ന് വളരെ വ്യക്തമായി എം അക്ബർ വാദിക്കുന്നുണ്ട്. നമുക്ക് ആ വാദവും ഒന്ന് കേൾക്കാം. ഞാൻ ഇതിന്റെ വിശദീകരണങ്ങളും പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. തെളിഞ്ഞ ബുദ്ധിയോടുകൂടി നമ്മളിത് ഗ്രഹിക്കാൻ ശ്രമിക്കുക. എന്താണ് ഇതിലെ സത്യാവസ്ഥ? ഇസ്ലാം അവകാശപ്പെടുന്നത് ദൈവം ആദ്യം വെളിപ്പെട്ടു എന്നും ഇസ്രായേലിലൂടെ, അതിനുശേഷം അവര് ശരിയല്ലാതെ വന്നപ്പോൾ യേശുക്രിസ്തു എന്ന പ്രവാചകനിലൂടെ വെളിപ്പെട്ടു എന്നും, ഇവരെല്ലാവരും വഴിതെറ്റിച്ച് കളഞ്ഞപ്പോൾ ശരിയായ വാക്ക് കൊടുക്കാൻ വേണ്ടി വന്നയാളാണ് അള്ളാഹു എന്നും നബിക്കത് കൊടുത്തു എന്നുമാണ് ഇവരുടെ അവകാശവാദം. ഇത് തള്ളിപ്പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവർ വേദം അംഗീകരിക്കുന്നുണ്ട്, അതേസമയം അത് തിരുത്തി എന്ന് പറയുന്നു. തിരുത്തിയ കാര്യം പോകട്ടെ. വേദത്തിൽ എങ്ങും പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകന്മാരുമായും യാതൊരു ബന്ധവുമില്ലാത്തതും, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തനക്കിലോ ഇഞ്ചിയിലോ പറഞ്ഞിരിക്കുന്ന കർത്താവുമായി യാതൊരു സ്വഭാവ ചേർച്ചയില്ലാത്തതുമായ ഒരു ദൈവമാണ് ഇവർ അവതരിപ്പിക്കുന്ന അല്ലാഹു. അതുകൊണ്ട് തന്നെ മറ്റു വേദങ്ങളുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി വന്ന നല്ല വേദമാണ് ഇവർ അവതരിപ്പിക്കുന്ന വേദമെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവില്ല.
മാത്രവുമല്ല, ഇദ്ദേഹം വന്നതിന് ശേഷം ഇനി ആരും വരില്ലെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അത് വേറൊരു തമാശയാണ്. എനിക്ക് ശേഷം ജലപ്രളയം എന്നുള്ള തമാശ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഖുറാനും ബൈബിളും ചേർത്ത് കുറച്ച് പഠനങ്ങൾ നടത്താം. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഇതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായി ഷെയർ ചെയ്യണം. കാരണം എനിക്ക് ആ മേഖല കൂടി പഠിക്കാനും വീഡിയോസ് ചെയ്യാനും വേണ്ടിയാണ്. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യം ഖുറാനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് ഉൽപ്പത്തി മുതലുള്ള വിവരങ്ങളിൽ ബൈബിൾ എന്ത് പറയുന്നു, ഖുറാന്റെ സ്റ്റാൻഡ് എന്താണ്, എന്തുകൊണ്ട് ഇതിന് ഈ വ്യത്യസ്തതകൾ വന്നു, എന്തുകൊണ്ട് ബൈബിളിൽ പറയുന്ന കാര്യങ്ങളുടെ പ്രത്യേകത, ഇതെല്ലാം ഓരോന്നായിട്ട് സംസാരിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പഠനത്തിൽ മാക്സിമം നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതിൽ ദയവായി നിങ്ങൾ പരാമർശിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമുക്കങ്ങനെ സഹകരിച്ച് ഒരുമിച്ച് ചിന്തിച്ചു പോകാം എന്നാണ് കരുതുന്നത് ഈ ഒരു വിഷയം. അപ്പോൾ ഇവിടെ MM അക്ബറിന്റെ വർത്തമാനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ അത് ബൈബിളുമായി താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും പറയില്ല. ഖുർആനിന് ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് സവിശേഷതകളുണ്ട്. ഈ പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചാൽ ആരും ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് പറയില്ല. കോപ്പി അടി എന്ന് പറയുമ്പോൾ ആസ് ഇറ്റ് ഈസ് വേണം, അതിലെങ്ങനെ ഇരിക്കുന്നു അതുപോലെ വേണം. പക്ഷേ അങ്ങനെ മുഴുവനായി ഇതിനകത്ത് കോപ്പി അടിച്ചിട്ടില്ല. അവിടെ നിന്ന് കുറേശ്ശെ കോപ്പി അടിച്ചിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഖുറാന്റെ അവതരണത്തിന്റെ പൈശാചിക ഉദ്ദേശം തന്നെ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെ മാത്രം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പരം മറ്റൊന്നും അതിന്റെ പുറകിലില്ല. യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെ ബ്ലോക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ബൈബിളിൽ നിന്ന് നോക്കി എഴുതിയതല്ല എന്ന് വരികിലും ശരിക്കും അള്ളാഹു ഇവർക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞാലും തെറ്റുവരില്ല. കാരണം അള്ളാഹുവിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ഏത്? ജനത്തിന്റെ നിത്യരക്ഷയെ അപകടത്തിലാക്കുക. അപ്പൊ അള്ളാഹുവിന്റെ പുറകിൽ ആരാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. ദൈവത്തോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിച്ചിട്ട് ആ പൊസിഷനിൽ ഇരിക്കാൻ കഴിയാതെ അവിടെ നിന്നും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട സാക്ഷാൽ ലൂസിഫറിന്റെ 6-ാം നൂറ്റാണ്ടിലെ വേർഷനാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതാണോ ഒറിജിനൽ ദൈവം, അതിന്റെ എല്ലാ വേഷങ്ങളും ചമയങ്ങളും ചായങ്ങളും ഉപയോഗിച്ച് തന്നെയാവും അള്ളാഹുവിന്റെ രംഗപ്രവേശനം. അത് തുടക്കം മുതൽ അങ്ങനെ തന്നെ ദൈവത്തോടൊപ്പം ഇരിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒടുവിൽ അത് പരാജയപ്പെട്ട് അതിന്റെ നെല്ലിപ്പലക കാണുന്ന ഘട്ടത്തിലാണ് അയാള് സാക്ഷാൽ ദൈവമായിട്ട് തന്നെ അവതരിക്കുന്നത്. അതിൽ ഒരു പരിധി വരെ അയാൾക്ക് ജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റാണ്. ഒരിക്കലെങ്കിലും ഖുർആൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ആരും അത് കോപ്പി അടിയാണെന്ന് പറയത്തില്ല. കാരണം അവിടെ നിന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അതൊരു അത്ഭുത ജനനമായി അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ യേശു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്നതിന് പകരം യേശുവിനൊരു പ്രവാചകനാക്കാൻ വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. യേശു അത്ഭുതം ചെയ്തു എന്നവർക്ക് വരുത്തി തീർക്കണം. അതിനുവേണ്ടി പാവപ്പെട്ടവനെ തൊട്ടിൽ എഴുന്നേൽപ്പിച്ചിരുത്തി വർത്തമാനം പറയുന്നു. കളിമണ്ണ് കൊണ്ട് കിളികളെ ഉണ്ടാക്കി പറത്തി വിടുന്നു. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ കൃത്യമായി യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും ജനനത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും യേശുവിന്റെ മരണയടക്ക പുനരുദ്ധാനത്തെക്കുറിച്ചും 2ാം വരവിനെ കുറിച്ചും വളരെ കൃത്യമായി സംസാരിച്ചിരിക്കുമ്പോൾ ഖുർആൻ വളരെ ബുദ്ധിപൂർവം യേശുക്രിസ്തുവിനെ ദൈവം അല്ലാതാക്കി മാറ്റുകയും അപ്പോൾ തന്നെ മറ്റെല്ലാ പ്രവാചകന്മാരിൽ നിന്നും യേശുക്രിസ്തുവിനൊരു ശ്രേഷ്ഠത കൊടുക്കുകയും ചെയ്തു. അതെന്തിനാണെന്ന് അറിയാൻ പാടില്ല. മറ്റൊരു പ്രവാചകന്മാരും പുരുഷസ്പർശമില്ലാതെ ജനിച്ചിട്ടില്ല. പിന്നെന്തേ യേശുവിന് മാത്രം അങ്ങനൊരു ജനനം? മറ്റൊരാളും മരിച്ച ശേഷം വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ടില്ല. ഖുറാനിൽ മരിച്ചില്ലെന്ന് അവകാശപ്പെടുമ്പോഴും മറ്റാരാ അങ്ങനെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്? 120,000-ഓളം പ്രവാചകന്മാരുണ്ടെന്നല്ലേ പറയുന്നത്? ഇഫ് സോ, അത് ശരിയാണെന്ന് വരികയും എന്തേ ആ എല്ലാ പ്രവാചകന്മാരിൽ നിന്നും യേശുക്രിസ്തുവിനൊരു വ്യത്യസ്തത വന്നത്? അപ്പോൾ ആ വ്യത്യസ്തത അവർ ജനനത്തിലും ജീവിതത്തിലും കൊണ്ടുവന്നിട്ട് ബുദ്ധി ഉപയോഗിച്ച് ആ വ്യത്യസ്തതയുടെ യഥാർത്ഥ ഉദ്ദേശത്തെ മണ്ണിട്ട് മൂടാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ബൈബിളിൽ നിന്ന് കൃത്യമായ കോപ്പി അടിച്ചതല്ല എന്ന് ഇമാം അക്ബർ അവകാശപ്പെടുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് മൂളിക്കൊടുക്കേണ്ടി വന്നാലും, അള്ളാഹു നേരിട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞാലും നമുക്ക് അതിനെ അംഗീകരിക്കാം. കാരണം അള്ളാഹുവിന്റെ അടിസ്ഥാന ഉദ്ദേശം ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ളതാണ്. അത് അയാൾ ഉൽപ്പത്തി മുതൽ ശ്രമിക്കുന്നുണ്ട്. ഏദനിൽ സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് മനുഷ്യനെ തെറ്റിക്കുവാൻ ശ്രമിച്ചു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ രക്ഷകവേഷം കെട്ടി ഒരുപാടിടങ്ങളിൽ മാനവകുലത്തെ രക്ഷിക്കുവാൻ, മാനവകുലത്തെ വഴിപിഴപ്പിക്കുവാൻ ശ്രമം നടത്തി. അവകളിൽ ഏറെക്കുറെ ഉള്ളവകളെല്ലാം യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി അഫലമാകുമ്പോൾ, വിഫലമാകുമ്പോൾ ഒടുവിൽ എടുത്ത രൂപമാണ് അള്ളാഹുവിന്റെ രൂപം. ആ രൂപത്തിൽ ഒരല്പം വിജയിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എന്നാൽ മലയാളക്കരയിൽ ഇവരുടെ വ്യാജം ഇവർ പ്രചരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ സത്യാവസ്ഥ വിളിച്ചു പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് കഴിയുന്നിടത്തോളം നമ്മൾ ചെയ്യണം. കാരണം അതാണ് ക്രിസ്തു പറഞ്ഞത്, മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. മനുഷ്യപുത്രനെ ആവോളം ഉയർത്തിപ്പിടിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. ചെകുത്താന്റെ കിങ്കരന്മാർക്കോ എത്താൻ കഴിയില്ലാത്ത വിധം നമുക്ക് യേശുവിനെ ഉയർത്തിപ്പിടിക്കുവാൻ നിശ്ചയമായും കഴിയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. ഒരിക്കലെങ്കിലും ഖുർആൻ വായിച്ചിട്ടുള്ളവർക്ക് ഈ അവകാശത്തെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ബൈബിളിലെ കഥകളിൽ ചിലത് പരിശുദ്ധ ഖുർആനിലെ കഥകളുമായി സാമ്യമുണ്ട് എന്നത് ശരിയാണ്. അതിന് കാരണം ഒരേ പടച്ചവനാണ് പൂർവ്വവേദങ്ങൾ അവതരിപ്പിച്ചത്, അതേ പടച്ചവനാണ് ഖുർആൻ അവതരിപ്പിച്ചത്. വളരെ തെറ്റായ വ്യാഖ്യാനമാണത്. ഒന്ന്, ബൈബിളിലുള്ളത് കഥകളല്ല, ചരിത്ര സംഭവങ്ങളാണ്. ആ ചരിത്ര സംഭവങ്ങളുടെ വ്യക്തത വാലും തുമ്മുമില്ലാതെയാണ് ഖുർആൻ പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ബൈബിളിൽ നിന്ന് എടുത്തതാണെന്ന് നമുക്ക് പറയാനാവില്ല. രണ്ട്, ഒരേ പടച്ച തമ്പുരാനാണ് വേദങ്ങൾ നൽകിയതും ഖുർആൻ നൽകിയതും. വളരെ തെറ്റാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന യഹോവയുമായോ കർത്താവായ യേശുക്രിസ്തുവുമായോ പരിശുദ്ധാത്മാവുമായോ ഒരു പുലബന്ധവും അള്ളാഹുവിനില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം നൽകിയ, അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ 40 എഴുത്തുകാരിലൂടെ 1400ഓളം കൊല്ലങ്ങളിലായി നൽകപ്പെട്ട എഴുത്തുകളുമായി യാതൊരു ബന്ധവുമില്ല. മാസങ്ങൾ കൊണ്ട് നബിക്ക് ലഭ്യമായ ഖുർആന് കൊണ്ട് തന്നെ പൂർവ്വവേദങ്ങളിൽ പറയുന്ന ചില പ്രവാചകന്മാരുടെ കഥനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ടാകും. ആ പ്രവാചകന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കഥനങ്ങൾ തീർച്ചയായും പരിശുദ്ധ ഖുർആനിലുണ്ടാകും. ആ പൂർവ്വവേദങ്ങളുടെ കൈകടത്തപ്പെട്ട കോപ്പിയാണല്ലോ ഇന്ന് ബൈബിളിലുള്ളത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറബി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് മക്കയിലാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷം അവിടെയാണ് പ്രബോധനം നിർവഹിച്ചത്. പരിശുദ്ധ ഖുർആനിലെ 87 സൂറത്തുകളും മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. ബാക്കി 27 സൂറത്തുകൾ മാത്രമാണ് മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടത്. മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ചിലത് ഒരുപാട് ദീർഘമുള്ളതാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ മക്കയിലാണ് ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട 87 സൂറത്തുകളിൽ ഒരുപാട് സൂറത്തുകളിൽ പ്രവാചകന്മാരുടെ ബൈബിളിലുള്ള ചരിത്രം വരുന്നുണ്ട്. ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണെങ്കിൽ മക്കയിൽ എങ്ങനെ ബൈബിളിലെ ചരിത്രം വരും? മക്കയിൽ നിന്ന് മാത്രമല്ല, വേദക്കാര്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദക്കാർ മക്കയിൽ ഉണ്ടായിരുന്നേ ഇല്ല എന്നുള്ളത്. മക്കയിൽ ഉണ്ടായിരുന്നേ ഇല്ല. വളരെ ശുദ്ധമായ കള്ളത്തരമാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത് മക്കയിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ക്രിസ്ത്യാനികൾ ഇല്ലായിരുന്നു എന്ന പരാമർശം. ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് തന്നെ സൗദി അറേബ്യയിലുണ്ട്. പൗലോസ്ലീഹൻ എടുത്തു പറയുന്നുണ്ട്, ഞാൻ അറേബ്യയിലേക്ക് പോയി എന്ന്. അത് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യമാണ്. എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പോൾ ശരിക്കും അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് പോകാതെ അവർ അന്ന് യെരുശലേമിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ അറേബ്യയിലേക്കാണ് പോയത്. പൗലോസ് തന്നെ അറേബ്യയിൽ പോയിട്ടുണ്ട്. ഇനി കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്, പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ,
നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ, ശമര്യയിൽ, യഹൂദ്യയിൽ, ഭൂമിയുടെ എല്ലായിടത്തും പോകണം. ഭൂമിയുടെ എല്ലായിടത്തും പോകേണ്ടുന്ന അവർ യഹൂദിയോട് തൊട്ടടുത്ത് കിടക്കുന്ന സൗദി അറേബ്യയിൽ പോയില്ല എന്ന് പറയുന്നതും, അതിന്റെ പ്രധാന ഭാഗങ്ങളായ മക്കയിലും മദീനയിലും സുവിശേഷം എത്തിയിരുന്നില്ല എന്ന് പറയുന്നതും എത്രയോ അബദ്ധമായ കാര്യമാണ്. മാത്രവുമല്ല, നജ്റാൻ എന്ന മേഖലയിൽ ക്രൈസ്തവർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നത് AD 524 അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിൽ ക്രൈസ്തവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിന്റെ ചരിത്ര ഭാഗങ്ങളുണ്ട്. മുഹമ്മദ് നബി ജനിക്കുന്നത് 570 അറിയാമല്ലോ. അപ്പോൾ അയാൾ ജനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവിടെ ക്രൈസ്തവർ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ക്രൈസ്തവർ വളരെ മാസീവായിട്ട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വേദം എത്തിയിരുന്നില്ല എന്ന ന്യായം തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വേദം എത്തിയിട്ടില്ലെങ്കിൽ പോലും ചെകുത്താന്റെ 6-ാം നൂറ്റാണ്ടിലെ രൂപമായി മാറിയ ഇവർ ദൈവമെന്ന് അവകാശപ്പെടുന്ന ചെകുത്താന്യ വകഭേദത്തിന് കൃത്യമായി തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ഉപദേശങ്ങളുടെയും ഓപ്പോസിറ്റായ ഒരു ദർശനം കൊടുക്കാൻ കഴിയും. അത് നമുക്ക് ഉപേക്ഷിക്കേണ്ടുന്ന കാര്യമില്ല. പിന്നെ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ബൈബിളിലെ കഥ പഠിക്കണമെങ്കിൽ തീർച്ചയായും അവരിൽ നിന്ന് പഠിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിമി മതത്തിന്റെ മൂലം ചില 4 പേരെ കുറിച്ച് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവര് പിന്നെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും അവരിൽപ്പെട്ട വറഖത്തുൽ ഇബ്നു നൗഫൽ ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട് മടങ്ങിയെത്തുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ മക്കയിൽ വേലക്കാരുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇബ്രാഹിമി മതത്തിന്റെ മൂലം തേടി നടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ തന്നെ അബ്രഹത്ത് മക്കയെ ആക്രമിച്ചതിനെ കുറിച്ച്, കഅബയെ ആക്രമിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. യമനി രാജാവായിരുന്ന അബ്രഹത്ത്, അദ്ദേഹം കഅബാലയത്തെ ആക്രമിച്ചത് ക്രിസ്ത്യാനിയായ അദ്ദേഹം കഅബാലയത്തിനേക്കാളും പ്രധാനപ്പെട്ട കേന്ദ്രം യമനിൽ പണിയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. കഅബാലയത്തിന്റെ സ്ഥലത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം അത് ചെയ്യുമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പിന്നെ ആ രൂപത്തിൽ ഉള്ള ഒരു ആരോപണം തന്നെ അടിസ്ഥാനരഹിതമാണ്. നിങ്ങൾ ഈ മക്കയിൽ മാത്രമല്ല, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർ മക്കയിൽ മാത്രമല്ല മദീനയിൽ ഉണ്ടായിരുന്നില്ല. നജറാനിൽ നിന്നെത്തിയ ക്രൈസ്തവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. കാത്തലിക് എൻസൈക്ലോപീഡിയ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഹിജാസിൽ എവിടെയും തന്നെ സുവിശേഷ പ്രവർത്തനം വേണ്ട രൂപത്തിൽ നടന്നിരുന്നില്ല. അതിനർത്ഥം ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട, ഈസാ നബിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എവിടെ നിന്ന് കിട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ബൈബിൾ അത് അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെടുന്നത് പഴയ നിയമ ബൈബിൾ തന്നെ ക്രിസ്താബ്ദം 800-കളിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം. അപ്പൊ ബൈബിൾ പഠിച്ചിട്ടായിക്കൂടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയത്. പിന്നെ അപ്പോൾ അവിടെ ഈ പറഞ്ഞ കാര്യം ഒരു ന്യായമായ കാര്യമാണ്. അറബി ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് 800-കളിലാണ്. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ഇതിന്റെ പുസ്തകം കിട്ടിയിരിക്കാൻ സാധ്യതയില്ല. പുസ്തകം കിട്ടിയാലും മൂപ്പർക്ക് വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പറയുന്ന കാര്യത്തിൽ ന്യായമില്ല. അവിടെ കൂടുതൽ വായ്മൊഴിയായിട്ടാണ് ബൈബിൾ നിലനിന്നിരുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. നോർത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിലും അവരുടെ ഭാഷയിൽ ബൈബിൾ ലഭ്യമല്ല. അപ്പോഴും അവിടെ അവർക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രങ്ങൾ അവർക്ക് പലർക്കും അറിയാം. എങ്ങനെയാണ് ആൾക്കാർ ചെന്ന് പ്രസംഗിച്ചു കൊടുത്ത് വാമൊഴിയായിട്ട് അവർക്ക് പലപ്പോഴും ചരിത്രങ്ങൾ വളരെ ഭംഗിയായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ കൃത്യത കിട്ടാതെ അഴകുഴഞ്ചൻ രൂപത്തിന് ഖുറാനിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവകൾ കൃത്യമായി ബൈബിളിലെ എഴുത്തുകളിൽ നിന്ന് ലഭ്യമായതല്ല എന്നുള്ള കാര്യം വ്യക്തം തന്നെയാണ്. പിന്നെ ബൈബിൾ പഠിച്ച വേദക്കാരന് കേട്ടത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, മക്കയിൽ വറഖത്ത് ഇബ്നു നൗഫൽ മാത്രം ഉണ്ടായിരുന്നത്. അദ്ദേഹമാണെങ്കിൽ പ്രവാചകത്വം ലഭിച്ച ഉടനെ തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇനി നമ്മള് പരിശുദ്ധ ഖുർആനും ബൈബിളിലെ കഥകൾ പരിശോധിച്ചു നോക്കാം. പ്രവാചകന്മാരുടെ ചരിത്രമാണ് ഇവിടെ പറഞ്ഞത്. പ്രവാചകന്മാരുടെ ചരിത്രം ചില പ്രവാചകന്മാരുടെ ബൈബിളിൽ പറഞ്ഞെന്ന് ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. എന്നാൽ ചില പ്രവാചകന്മാരുടേത് പറയുന്നില്ല. എവിടുന്നാ പരിശുദ്ധ ഖുർആനിൽ ലഭിച്ചത്? ഹൂദ് നബിയുടേത്, സാലിഹ് നബിയുടേത് തുടങ്ങിയ പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിൽ പറയുന്നത് ബൈബിളിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും ബൈബിളിൽ പറയാത്തത് ഖുർആനിൽ പറയുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തന്നെ ചില അത്ഭുതങ്ങൾ പരിശുദ്ധ ഖുർആനിലേ ഉള്ളൂ, ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം ആ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച സംഗതി, അതേപോലെ തന്നെ അദ്ദേഹം പറവകളെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കി അതിനെ പടച്ചവന്റെ അനുമതിയാൽ പറപ്പിച്ചു കളഞ്ഞ സംഭവം, ഇതൊന്നും ബൈബിളിൽ എവിടെയില്ല. ഇതൊക്കെ വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിനൊരു ദൈവത്വം കൊടുക്കുകയും വേണം. അപ്പോൾ തന്നെ യേശുക്രിസ്തു മാനവകുലത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനെ മണ്ണിട്ട് മൂടുകയും വേണം. ആ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി എഴുതിയതാണിത്. അല്ലാതെ മറ്റെവിടെയും യേശുക്രിസ്തു മണ്ണ് വെച്ച് കിളികളെ ഉണ്ടാക്കി പറത്തി എന്ന് പറയുന്നില്ല. അതെല്ലാം ഇവരുടെ കളിപ്പീര് വിശദീകരണങ്ങളാണ്. യേശുക്രിസ്തു തൊട്ടിലിൽ കയറിയിരുന്ന വർത്തമാനം പറഞ്ഞതിനെ കുറിച്ച് എവിടെയും പരാമർശമില്ല, ചരിത്രത്തിൽ എവിടെയും പരാമർശമില്ല. പിന്നെങ്ങനെ 6-ാം നൂറ്റാണ്ടിലെ ആൾ എഴുതി എന്ന് ചോദിച്ചാൽ
ഇത്തരത്തിൽ ചെറിയ മസാലപ്പൊടികൾ ഇതിനകത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണ്? ആൾക്കാരെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു തന്നെയാണ് ഈ ക്രിസ്തു എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്തു മരിച്ചിട്ടില്ല എന്നും ഈ ക്രിസ്തു ഒളിച്ചോടിപ്പോയതാണ് എന്നും ഈ ക്രിസ്തുവിനെ കൊണ്ട് മാനവകുലത്തെ രക്ഷിക്കാനാവില്ലെന്നും ഇദ്ദേഹം ദൈവപുത്രനല്ല എന്നും തെളിയിക്കുക മാത്രമായിരുന്നു അള്ളാഹുവിന്റെ ഉദ്ദേശം. നമുക്കറിയാലോ, അള്ളാഹു പോലും മുഹമ്മദ് നബിയുടെ ഒരു സൃഷ്ടിയാണ്. പരിശുദ്ധ ഖുർആനിലാണ് ഇതേപോലെയുള്ള അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആൻ അവരുടെ വിശുദ്ധി വളരെ കാത്തു സൂക്ഷിച്ച് സംസാരിക്കുന്ന കാണാൻ കഴിയും. ബൈബിളിലെ നോഹ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വീഞ്ഞു കുടിച്ച് മതിമത്തനാകുന്ന പ്രവാചകനാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയല്ല. ബൈബിളിലെ ലോത്ത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മദ്യപിച്ച് ലക്ക് കെട്ട് സ്വന്തം പെൺമക്കളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്ന പ്രവാചകനാണ്. നഅൂദുബില്ലാ. പരിശുദ്ധ ഖുർആനിലെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം മരിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി ഉണ്ടാക്കിയത് എന്ന് വാദിക്കുന്നത് എത്രത്തോളം വിചിത്രമാണ്. ഇത് വളരെ മനോഹരമായി പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ വളരെ വിശുദ്ധരായിട്ടാണ് ഖുർആനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബൈബിളിൽ അങ്ങനല്ല. അതുകൊണ്ട് ഖുർആൻ വളരെ ശ്രേഷ്ഠമെന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഉദ്ദേശം ഇവരെ എല്ലാം വൈറ്റ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ബൈബിളിന്റെ ഉദ്ദേശം കൃത്യം ചരിത്രം നൽകുക എന്നുള്ളതാണ്. നോഹ ചെയ്ത തിന്മയെ തിന്മയായി തന്നെയാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം നോഹ ആ തിന്മ ചെയ്തതിലൂടെയാണ് കനാൻ ശപിക്കപ്പെട്ടവനായി മാറിയത്. ഹാമിലൂടെ എങ്ങനെയാണ് വംശപാരമ്പര്യം ഉണ്ടായത്, അതിനെയൊക്കെ വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. ലോത്തിന് സ്വന്തം മക്കളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായതും തദ്വാര 2 ശപിക്കപ്പെട്ട തലമുറകൾ മോവാബും അമ്മോനും ഉണ്ടായതും കൃത്യമായി ബൈബിൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ബൈബിൾ കൃത്യമായ ചരിത്രം നൽകുകയാണ്. അല്ലാതെ ബൈബിളിനകത്ത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഖുർആൻ ഇതെല്ലാം ഒളിച്ചു വച്ചിട്ട് ഒരു വിശുദ്ധിയുടെ പരിവേഷം നൽകുകയാണ് ഉണ്ടായത്. കാരണം ഖുർആന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നിത്യജീവനെ ഖനിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റൊന്നുമല്ല ഉദ്ദേശം. അബ്രഹാമിന് സംഭവിച്ച പരാജയവും ആദമിന് സംഭവിച്ച പരാജയവും ദാവീദിന് സംഭവിച്ച പരാജയവും ശലോമോന് സംഭവിച്ച പരാജയവും എല്ലാം ഒട്ടും വിട്ടുകളയാതെ കൃത്യമായി റെക്കോർഡ് ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം വരും തലമുറയ്ക്ക് കൃത്യം ചരിത്രം അറിയാൻ തന്നെയാണ്. അതിനകത്തുള്ള ദൈവിക പദ്ധതിയെ തിരിച്ചറിയുവാൻ തന്നെയാണ്. ഇവിടെ എങ്ങും ഇവർ ചെയ്ത പാപങ്ങളെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് ബൈബിൾ ആവശ്യപ്പെടുന്നില്ല. അവർ ചെയ്ത പാപത്തിന് എന്തൊക്കെ ശിക്ഷ അവർക്കുണ്ടായി എന്നതാണ് വ്യാഖ്യാനം. ഫോർ എക്സാമ്പിൾ, ദാവീദ് ചെയ്ത പാപത്തിന് അവന്റെ കുടുംബത്തിനകത്ത് നിന്ന് വാള് മാറിയിട്ടില്ലെന്നറിയണം. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തു കൊള്ളാൻ തന്നിരിക്കുന്ന ഒരു അവകാശമല്ല. ശലോമോൻ ചെയ്തിരിക്കുന്ന പാപത്തിന് ദൈവം ശലോമോനോട് സംസാരിക്കുകയാണ്, നിന്റെ രാജ്യം നിന്റെ കാലം കഴിയുമ്പോൾ ഞാൻ പകുത്തുകളയും. ദൈവം അത് അങ്ങനെ ചെയ്തിരിക്കുകയാണ് സുഹൃത്തെ. അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി താല്പര്യം തോന്നി നിൽക്കുന്ന മുഹമ്മദിനോട് ശരി ആയിക്കോളൂ, നീ ചെന്നങ്ങ് പ്രവേശിച്ചോളൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല തിരുവഴുത്തിൽ പറയുന്നത്, അല്ലേ? ആ സ്ത്രീയെ കാണുമ്പോൾ എവിടെ കൂടെ പ്രവേശിക്കണം, നിനക്ക് ഇഷ്ടമുള്ളിടത്തു കൂടി പ്രവേശിച്ചോളൂ, സ്ത്രീ വിളനിലമാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു തുലവും ഒരു 4 ക്ലാസ് ദൈവത്തെ അല്ല നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം തന്റെ പദ്ധതികളെ കുറിച്ചും താൻ എങ്ങനെയാണ് ഉലകത്തെ സൃഷ്ടിച്ചതെന്നതിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചും ഇനി വരാനിരിക്കുന്നത് വരെ വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് സുഹൃത്തെ. അവകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഖുർആനിൽ അവകാശപ്പെടുവാനുണ്ടോ എന്ന് പറഞ്ഞാൽ BC 500കളിലും 600കളിലും ഒക്കെ ഇരമ്യാവും യെശയ്യാവും ദാനിയേലും ഒക്കെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്നും നടക്കുന്നു എന്ന് പറയുമ്പോഴാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുമോ നിങ്ങളുടെ ഖുർആൻ വെച്ചിട്ട് വേണ്ടേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുന്നുവെന്ന്? ഒരിക്കലും സാധ്യമല്ല. നിങ്ങളുടെ നബിയുടെ വരവിനെ കുറിച്ച് നിങ്ങളുടെ തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. വെറും 20 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ എഴുതി പിടിപ്പിച്ച ഒരു പുസ്തകമല്ലേ ഈ പറയുന്ന ഖുർആൻ. പക്ഷെ വിശുദ്ധ വേദ പുസ്തകം അങ്ങനല്ല സുഹൃത്തെ. ആദ്യം എഴുതിയ എഴുത്തുകാരും ഒടുവിൽ എഴുതിയ എഴുത്തുകാരും തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ആ എഴുത്തുകളുടെ ഐകരൂപ്യം, അതിന്റെ ആ യൂണിഫോമിറ്റി, ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകത്ത് മുഴുവൻ പ്രവർത്തിക്കുന്ന, എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ഇതെല്ലാം ഇരുന്നൊന്ന് പഠിച്ചു നോക്കൂ. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാകുവാനിടയുണ്ട്. അതുകൊണ്ട് ബൈബിളിനെ കോപ്പി അടിച്ചതല്ല ഖുർആൻ എന്നുള്ള കാര്യം ഒരു പരിധിവരെ ശരിയാണ്. പക്ഷെ ഖുർആൻ വന്നതിന്റെ ഉദ്ദേശം, പക്ഷെ ഖുർആൻ ദൈവികമല്ല. ഖുർആൻ വന്നതിന്റെ ഉദ്ദേശം ദൈവിക പദ്ധതികളെ തകിടം മറിക്കുവാനാണ് എന്നതിന് സംശയമൊന്നും വേണ്ട. ഇത് നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ബൈബിളിലെ
ദാവീദ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിന്റെ കർത്താവാണ്. സങ്കീർത്തന പുസ്തകത്തിന്റെ കർത്താവാണ് ദാവീദ്. പക്ഷേ ദാവീദ് വളരെ വലിയ തോന്നിവാസിയായിരുന്നു നമുക്ക് കാണാൻ കഴിയും. മട്ടുപ്പാവിൽ ഇരുന്നിട്ട് കുളിക്കുന്ന പെണ്ണുങ്ങളെ നോക്കുകയും അവരിൽ അനുരക്തനാവുകയും അങ്ങനെ അവരെ കൊട്ടാരത്തിലേക്ക് വരുത്തിക്കുകയും അവരുമായി ക്ഷയിക്കുകയും അവരുടെ ഭർത്താവിനെ ചതിച്ചു കൊല്ലാൻ ശ്രമിക്കുകയെല്ലാം ചെയ്ത കുടിലനാണ് ദാവീദ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെയല്ല. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ചരിത്ര കഥനത്തിന് ബൈബിളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം. ഇനി നമ്മൾ പരിശോധിക്കുക, പരിശുദ്ധ ഖുർആനിൽ ബൈബിളിൽ പറയുന്ന ചരിത്രം പറയുന്ന സമയത്ത് നമുക്ക് ആധുനിക ശാസ്ത്രത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന അബദ്ധങ്ങൾ ബൈബിളിലുണ്ട്. ആ ബൈബിളിലെ അബദ്ധങ്ങളൊന്നും ഖുർആനിൽ സ്പർശിച്ചിട്ടില്ല. ഒരു ഉദാഹരണം മാത്രം പറയട്ടെ. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും മുയൽ അയവറക്കുന്ന ജീവിയാണ് ബൈബിളിൽ. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഈ ആവർത്തന പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങളുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പടച്ചവൻ നൽകിയ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. പക്ഷേ മുയൽ അയവറക്കുന്ന ജീവിയാണ് എന്ന പരാമർശമില്ല. അയവറക്കുന്ന ജീവിയാണ് മുയൽ എന്ന പരാമർശം സ്വാഭാവികമായി കോപ്പി അടിച്ചതായിരുന്നുവെങ്കിൽ ആ പരാമർശം വരേണ്ടിയിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുയൽ അയവറക്കുന്ന ജീവി അല്ലാന്ന് നമുക്കറിയില്ല. അതിന്റെ ചുണ്ടിന്റെ വെറുതെ നിൽക്കുമ്പോൾ ചലിപ്പിക്കും. അത് കണ്ട ബൈബിൾ രചയിതാക്കൾ തെറ്റിദ്ധരിച്ച് എഴുതിയതാണ് മുയൽ അയവറക്കുന്ന ജീവിയാണ്. സത്യത്തിൽ മുയൽ അയവറക്കുന്ന ജീവിയല്ല. മാത്രമല്ല, ചരിത്രമാണല്ലോ ഇവിടെ പറഞ്ഞത്. ചരിത്രം വിശദീകരിക്കുമ്പോൾ പോലും പരിശുദ്ധ ഖുർആൻ കൃത്യത പാലിക്കുന്നു. അതേസമയം ബൈബിളിൽ അത്ര കൃത്യത നമുക്ക് കാണാൻ കഴിയും. ബൈബിൾ രചയിതാക്കളുടെ ആ കാലഘട്ടത്തിലെ അബദ്ധങ്ങൾ ബൈബിളിലെ ചരിത്ര കഥനത്തിലുണ്ട്. എന്നാൽ ഖുർആൻ അങ്ങനെയില്ല. ബൈബിളും ഖുർആനും പറയുന്ന ഒരു പ്രവാചകനല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജാവിനെ കുറിച്ച്, ഈജിപ്തിലെ രാജാവിനെ കുറിച്ച് ബൈബിളിലും പറയുന്നുണ്ട് ഫിർഔൻ എന്ന്, ഫറോവ എന്ന്. ഖുർആനിൽ ഫിർഔൻ എന്ന് പറയും. ഇത് നമ്മൾ നോക്കുക. എന്നാണ് ഫിർഔൻ എന്ന് വിളിക്കാൻ ആരംഭിച്ചത്? ഇന്ന് നമുക്കറിയാം. ഈജിപ്റ്റോളജി 1900-ങ്ങളുടെ തുടക്കത്തിൽ ഈജിപ്റ്റ് ഓളജി വളരെ വളർന്നു വികസിച്ചു. എന്താ കാരണം വെച്ചാൽ ഈജിപ്തിലെ ക്യൂരിഫോം ലിപികൾ നമുക്ക് ഡെസിഫർ ചെയ്യാൻ കഴിഞ്ഞു. മനുഷ്യർ അത് വായിച്ചത്. അതുകൊണ്ട് തന്നെ ഈജിപ്തിന്റെ ചരിത്രം, ഫറോവമാരുടെ ചരിത്രം ഇന്ന് ഏകദേശം നമുക്കറിയാം. കാരണം ഈജിപ്തിലെ മമ്മികളിലും അതേപോലെ തന്നെ ഈജിപ്തിലെ പിരമിഡുകളിലും എല്ലാം എഴുതപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്യൂനിഫോം രേഖകൾ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിലെ ഏകദേശം ഈജിപ്തിലെ രാജാക്കന്മാരുടെ ചരിത്രം. ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏകദേശം തൊട്ടു മുമ്പാണ് ഫിർഔൻ എന്ന വിളി, ഫറോവ എന്ന വിളി ഈജിപ്തിൽ ആരംഭിച്ചത്, രാജാക്കന്മാരെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ മുമ്പ് രണ്ടു കാര്യം പറയണം. ഒന്ന്, മുയൽ അയവിറക്കുന്ന ജീവിയാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ബൈബിൾ നോക്കിയാണ് ഖുർആൻ എഴുതിയിരുന്നതെങ്കിൽ അത് അതുപോലെ എഴുതുമായിരുന്നല്ലോ എന്നതാണ്. ഇതിലൊരു തമാശ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ ഖുർആൻ കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വളരെ ചുരുക്കം ഭാഗങ്ങളെ ഖുർആനിൽ എഴുതിയിട്ടുള്ളൂ. ബൈബിളിൽ കൃത്യമായ എല്ലാത്തിന്റെയും ചരിത്ര ഭാഗങ്ങളുണ്ട്. കൃത്യമായ എല്ലാത്തിന്റെയും പ്രവചനങ്ങളുണ്ട്. ഖുർആനിൽ എന്ത് പ്രവചനം ഇരിക്കുന്നു? ഒന്നും തന്നെ ഇല്ല. ഖുർആനിൽ എന്ത് ചരിത്രം ഇരിക്കുന്നു? ഒന്നും തന്നെ ഇല്ല. ഖുർആനിൽ കൃത്യമായ പോയട്രി ഉണ്ടോ? ഇല്ല. അപ്പൊ ഖുർആൻ ഇതിന്റെ എല്ലാத்தைയും കൂടി സമന്വയിപ്പിച്ച് പറക്കി എഴുതിയെന്നല്ലാതെ വേഴ്സ് ബൈ വേഴ്സ് അതിനെ കോപ്പി ചെയ്തിരിക്കുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ അവകാശവാദം, ഫറവോൻ എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത് മോശയുടെ തൊട്ടു മുമ്പാണ് എന്നും അതിനു മുമ്പുണ്ടായിരുന്നില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. മോശ 1400-കളിലുള്ള ആളാണ്. 446-ലാണ് അദ്ദേഹം ഇസ്രായേലിനെ, എന്ന് പറഞ്ഞാൽ 1446 BC-യിലാണ് അദ്ദേഹം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരുന്നത്. 1440-ലാണ് അവരെ ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ ഫറവോൻ എന്ന പദപ്രയോഗം 3150 മുതൽ ഉപയോഗിച്ചിട്ടുള്ളതായി ചരിത്രരേഖകളിൽ ഉണ്ട്. അത് രേഖ പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ 3150 എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ മുകളിൽ പോയി. അപ്പോ ഇത് BC ആണെന്ന് ആദ്യം അറിയണം. അതുകൊണ്ട് വലിയ സംഖ്യ കാണുമ്പോൾ അത് പുറകിലോട്ടുള്ളതാണെന്നും ചെറിയ സംഖ്യ കാണുമ്പോൾ മുൻപിലോട്ടുള്ളതാണെന്നും ശ്രദ്ധിച്ചാൽ ആ ഒരു പരുവക്കേട് മാറിക്കിട്ടും എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി അക്ബർ നടത്തുന്ന അശ്രാന്ത പരിശ്രമം നാശത്തിലേക്ക് കൊണ്ടെത്തിക്കൂ, ഒരിക്കലും ഗുണത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയില്ല. ഖുർആൻ കൃത്യമായ ബൈബിളിനെ സംക്ഷിപ്തീകരിച്ചെടുത്തിട്ട് അതിനകത്തുകൂടി ജനത്തിന് വരേണ്ടുന്ന നിത്യജീവനെ മാത്രം എടുത്തു കളഞ്ഞിട്ട് ബാക്കി മുഴുവൻ ഉരുട്ടി വച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥശകലമാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തന്നെ യേശുവിനോട് ചെന്ന് ചെകുത്താൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. യേശുവിന്റെ ജനനത്തിലെ യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. യേശുക്രിസ്തു ഉപവസിച്ചിട്ട് ശുശ്രൂഷ ആരംഭിക്കാൻ തുടങ്ങുമ്പോഴേ ചെന്ന് ചോദിക്കുകയാണ്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ കല്ലപ്പമാക്ക്. അതേ ചോദ്യം ക്രൂശിലും തുടരുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഇത് ചെയ്യ. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ദൈവപുത്രനാണെന്ന് തന്നെത്താൻ തെളിയിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ചെകുത്താനേറ്റ പ്രഖരമായിരുന്നു അത്. അതിനുശേഷം ഒരു നിവർത്തിയുമില്ലാതിരിക്കുമ്പോൾ അവൻ കൊണ്ടുവന്ന അടുത്ത ചുവടാണ് ദൈവമെന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ വേഷം ധരിച്ച് ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുന്നത്. അവൻ ജനത്തിന്റെ ഇടയിലേക്ക് വന്നു പറഞ്ഞു, യേശു ദൈവപുത്രൻ അല്ല. അതിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. അത് അവതരിപ്പിച്ച വ്യക്തിത്വമാണ് അള്ളാഹു.
മുഹമ്മദിനെ നമ്മളവിടെ വലിയൊരു കഥാപാത്രമായിട്ട് എടുക്കേണ്ടുന്ന കാര്യമൊന്നും ഇല്ല. മുഹമ്മദ് മുമ്പിലേക്ക് വന്നതുകൊണ്ട് മുഹമ്മദിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മുഹമ്മദിന് ഇച്ചിരി ലൗകികത ലൈംഗികതയൊക്കെ ആസ്വദിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് മുഹമ്മദിന് അള്ളാഹുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് ഇവര് തമ്മിൽ ഭയങ്കര കമ്പനിയാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വർഗത്തിൽ ചെന്നാലും മദ്യവും ലൈംഗികതയും ആവോളം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് കാര്യം തിരിച്ചറിയുക, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉദ്ദേശവും ഉപദേശവുമായ രക്ഷയെ നശിപ്പിക്കുക മാത്രമാണ് ഖുർആന്റെ ഉദ്ദേശം. ഖുർആൻ ബൈബിളിന്റെ കൃത്യം കോപ്പിയടിയല്ല, അതിന്റെ ഒരു വ്യാജ പതിപ്പാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുകയും സത്യമേതെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ഈ അല്പായുസിൽ നശിച്ചു പോകാതെ നിത്യതയ്ക്കൊരുങ്ങുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി ഓരോ സബ്ജക്റ്റുകളായി നമുക്ക് പഠന വിധേയമാക്കി നമുക്ക് പഠിക്കാം. അത് നമുക്ക് ഒരുപാട് ആത്മീക ജീവിതത്തിന് ഗുണമുണ്ടാകും. ഇസ്ലാമിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേർക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ടാകും. ദൈവം അതിനായി നമ്മളെ ഉപയോഗിക്കുമാറാകട്ടെ. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള നോട്ട്സോ ഡീറ്റെയിൽ സ്റ്റഡികളോ നിങ്ങൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അവകൾ എനിക്ക് അയച്ചു തന്നാൽ എനിക്ക് പഠനത്തിനത് ഗുണകരമായി മാറും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്നെ കൂടി സഹായിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. കാരണം എനിക്ക് ഖുറാനിൽ വേണ്ടത്ര പാണ്ഡിത്യമില്ല. കുറച്ച് റെഫറൻസ് ഒക്കെ റെഫർ ചെയ്താണ് ഞാനത് ചെയ്യുന്നത്. ഒരിക്കൽ ഞാനൊന്ന് ഓടിച്ചത് വായിച്ചു ഇപ്പോൾ. പക്ഷേ അതിന്റെ കൂടുതൽ പഠനങ്ങൾ നടത്തുക എളുപ്പമല്ല. കാരണം ബൈബിൾ പോലെ പഠിക്കാൻ അത്ര അടുക്കും ചിട്ടയും അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് അവകളെ കൃത്യമായി പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവായി എനിക്ക് അതിന്റെ ഇൻഫർമേഷൻസ് തരിക. അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് നൽകുവാനുണ്ടെങ്കിൽ നിങ്ങൾ നൽകുക. ഞാൻ അവകൾ ചേർത്ത് സംസാരിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ചെകുത്താനെതിരെ പോരാടാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, ഉലകത്തിന്റെ രക്ഷകനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ മോശ മരുഭൂമിയിൽ ഉയർത്തിപ്പിടിച്ചതുപോലെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ജനം രക്ഷിക്കപ്പെടട്ടെ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.